ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്ന് ഓണം സീരീസിലെ അടുത്ത ഡിഷായ അവിയലാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അവിയലിന് ആവശ്യമുള്ള കഷ്ണങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ ചേന, ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ചേന നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ കായും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് കരുവേപ്പില, പിന്നെ ബീൻസ് നീളത്തിൽ കട്ട് ചെയ്യണം. പിന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ്, വെള്ളരി, പിന്നെ കയ്പ. അപ്പം മെയിനായിട്ട് നമുക്ക് അവിയലിന് ആവശ്യമുള്ള കഷ്ണങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇന്ന് വേവിക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ എല്ലാ കഷ്ണവും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഇട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാം. അപ്പോൾ കഷ്ണങ്ങൾ ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഗ്യാസിലേക്ക് വെക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, അതിന് ശേഷം കാണിക്കാം. ഈ അവിയലിൻ്റെ അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആവശ്യത്തിന് തേങ്ങ, നമ്മൾ കഷ്ണം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിന് ആവശ്യമുള്ള 3/4 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 4 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. കാരണം ഇത് ഭയങ്കര വാട്ടറി ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ അവിയൽ. അപ്പം ഇനി അടുത്തതായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ് കാണിക്കാൻ പോകുന്നത്. ഈ തൈര് ഒന്ന് അടിച്ചെടുക്കണം. പുളിയുള്ള തൈരാണ് നമുക്ക് അവിയലിന് ആവശ്യം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ തൈര് അത്ര ആഡ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തൈരാണ് അവിയലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ തൈര് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത്ര തൈര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. തൈര് ആയിട്ടുണ്ട്. ആണ് നമ്മളെ അരപ്പിൻ്റെ പരുവം. നല്ല കട്ടിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒറ്റൊരു വിസിലേ മാത്രമേ പാടുള്ളൂ. കാരണം വെന്തടിയാൻ പാടില്ല കഷ്ണങ്ങൾ. കുറച്ച് ഡ്രൈ ആയിട്ടും സ്റ്റഡി ആയിട്ടും കഷ്ണങ്ങൾ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി കുക്കർ തുറന്ന ശേഷം കുറച്ച് നേരം ഇത് തിളയ്ക്കണം. കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളെ കഷ്ണം ഏകദേശം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അവിയലിന് പൊതുവേ ഒരു മഞ്ഞ കളർ ഉണ്ടാകുമ്പോഴാണ് കാണാനും, അതേപോലെ ആ മഞ്ഞളുടെ ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ മഞ്ഞൾ കൂടി പോകാനും പാടില്ല. ഒരു നുള്ള് മഞ്ഞൾ മാത്രം ഇട്ട് കൊടുക്കാം. ഇതാണ് കഷ്ണത്തിൻ്റെ പരുവം. ഇനി ഇതൊന്ന് വേവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട്. ഈ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുമുണ്ട്. ഒന്ന് ഡ്രൈ ആയിട്ട് വെള്ളം ഒഴിവാക്കി ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ്. ഇതിൽ തേങ്ങയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ച തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തൈര് അത്യാവശ്യം പുളി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത്യാവശ്യം ഉപ്പ് ഇടേണ്ടി വരും. എന്നാലേ ഉപ്പും പുളിയും ബാലൻസ് ആവും. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്വാദിഷ്ടമായ അവിയൽ റെഡി. അവിയലിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായ താളിക്കൽ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആ അവിയലിലേക്ക് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ അവിയൽ റെഡി ആയിട്ടോ. ഓണസദ്യയിലെ അടുത്ത വിഭവമായ അവിയലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ അവിയൽ ഉണ്ടാക്കി നോക്കൂലേ. അപ്പോൾ ഇനി അടുത്ത വിഭവമായിട്ട് വരുന്നവരെ ഓക്കെ ദെൻ ബൈ.